എൻ്റെ പേര് സ്വപ്ന. ഞാനും വയനാട് ജില്ലയിലെ പുൽപ്പള്ളിയിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ മോൻ ക്ലെമൻ്റ്. ഞാൻ 2022 ഒക്ടോബറിൽ ആണ് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. ഇതിനു മുൻപ് എനിക്കൊന്ന് സാക്ഷ്യം പറയാൻ പറ്റിയിട്ടുണ്ട്. ഇതെൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ്. ഞാൻ ഉടമ്പടിയെക്കുറിച്ച് ആദ്യമായിട്ട് അറിയുന്നത് യൂട്യൂബിൽ പ്രത്യക്ഷീകരണ പ്രാർത്ഥന അത് കണ്ടാണ് ഞാൻ ആദ്യമായിട്ട് അറിയുന്നത്. ഞാൻ കൂടുതലും നിയോഗം വെച്ചിരുന്നത് എൻ്റെ മക്കൾക്ക് വേണ്ടിയായിരുന്നു. ഇതെൻ്റെ മോന്, അവന് പഠന മേഖലയിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അവന് വീട്ടിൽ നിന്ന് എത്ര നന്നായി പഠിച്ചിട്ട് പോയാലും അവന് പരീക്ഷ എഴുതുമ്പോൾ അവന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എല്ലാം ഓർത്തെടുത്ത് എഴുതാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പം ഞാൻ PTA മീറ്റിങ്ങിനൊക്കെ ഇടയ്ക്ക് ഇവൻ്റെ സ്കൂളിൽ ചെല്ലുമ്പോൾ ഇവൻ്റെ ഫിസിക്സ് സാർ എന്നോട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ എന്തിനാണ് ഇവന് സയൻസ് ഗ്രൂപ്പ് എടുത്ത് പഠിപ്പിച്ചതെന്നൊക്കെ. അപ്പം എനിക്കും ഇവനും എല്ലാവർക്കും അത് ഭയങ്കര ഒരു വിഷമമായിരുന്നു. പിന്നീട് ഇവൻ്റെ പരീക്ഷ ആ സമയങ്ങളിലും എന്നും ഇവൻ എൻ്റെ കൂടെ പ്രാർത്ഥിക്കാൻ കൂടാറുണ്ട്. പിന്നെ പ്രത്യേകിച്ച് ഇവൻ്റെ പരീക്ഷയുടെ ദിവസങ്ങളിൽ ഇവൻ രാവിലെ പരീക്ഷയ്ക്ക് പോകുമ്പോൾ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലും, വിശ്വാസ പ്രമാണം ചൊല്ലി, ഉടമ്പടി തൈലം നെറ്റിയിൽ പൂശി, ഉടമ്പടി ഉപ്പ് വെള്ളത്തിൽ ഒഴിച്ച് ഇച്ചിരി കഴിച്ച്, എൻ്റെ കയ്യിൽ ചെറിയൊരു ലോക്കറ്റ് ഉണ്ടായിരുന്നു കൃപാസന മാതാവിൻ്റെ. ആ ലോക്കറ്റൊക്കെ കൊടുത്തു വിട്ടിട്ടാണ് ഇവൻ പരീക്ഷ എഴുതിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഞങ്ങൾ ആഗ്രഹിച്ചതിലും കൂടുതൽ നല്ലൊരു മാർക്ക് നൽകി +2-ന് പരിശുദ്ധ അമ്മ വഴി ഈശോ ഇവനെ വിജയിപ്പിച്ചു. അതിന് ഞാൻ നന്ദി പറയുന്നു. അതുപോലെ എനിക്ക് ഇവന് ഇനി അടുത്ത പ്രൊഫഷൻ എന്തായിരിക്കണം അത് ഞാൻ എപ്പോഴും മാതാവിനോട് പ്രാർത്ഥിച്ചിരുന്നു. ഇവന് നല്ലൊരു കോഴ്സ് തിരഞ്ഞെടുക്കാൻ ഞങ്ങളാരും നിർബന്ധിക്കാതെ, ആരും പറയാതെ ഇവന് തന്നെ സ്വന്തം തോന്നിയ ഒരു കോഴ്സ് പഠിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അപ്പോൾ ഒരു ദിവസം ഇവന് നേഴ്സിംഗ് പഠിക്കാനാണ് താല്പര്യം എന്ന് പറഞ്ഞു. അതേ തുടർന്ന് അതിനുവേണ്ടി പ്രാർത്ഥിച്ചു. ഇപ്പം ഞങ്ങൾ ആഗ്രഹിച്ച പോലെ ഒരു നല്ല കോളേജിൽ ഇവന് അഡ്മിഷൻ ലഭിക്കുകയും ഇവൻ നേഴ്സിംഗ് പഠിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അതുപോലെ എൻ്റെ അടുത്തൊരു സാക്ഷ്യം, എൻ്റെ ബ്രസ്റ്റിൽ ഒരു മുഴയുണ്ടായിരുന്നു. അപ്പോൾ അത് MRI അതുപോലെ മാമോഗ്രാമൊക്കെ ചെയ്തപ്പോൾ വലിയ പ്രശ്നങ്ങളില്ല, എങ്കിലും അത് ഓപ്പറേഷൻ ചെയ്ത് കളയണം, അല്ലെങ്കിൽ ഭാവിയിൽ അതൊരു പ്രശ്നമായി മാറിയേക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഓപ്പറേഷൻ ചെയ്യാനും അതിനൊക്കെ പോകാൻ എനിക്ക് ഭയങ്കര ഒരു പേടിയും ബുദ്ധിമുട്ടുമായിരുന്നു. അപ്പോൾ ഞാൻ എന്നും ഉടമ്പടി തൈലം ആ മുഴയിൽ പരട്ടി ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ എന്നോട് ഓപ്പറേഷൻ ചെയ്യാൻ, ഞങ്ങളോട് അഡ്മിറ്റ് ആകാൻ പോകാൻ പറഞ്ഞതിൻ്റെ തലേ ദിവസം ഞാൻ പ്രാർത്ഥിച്ചു. നാളെയാണല്ലോ മാതാവേ ഞാൻ ഹോസ്പിറ്റലിൽ പോകേണ്ടത് എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. കുറേ കഴിഞ്ഞപ്പം എനിക്ക് ഒരു നനവ് പോലെ തോന്നുകയും ഞാൻ നോക്കുമ്പോൾ ആ ഒരു മുഴ പൊട്ടി ഒരുപാട് രക്തവും പഴുപ്പും എല്ലാം അതിൽ നിന്നൊഴുകി ഒരു ഭയങ്കര സ്മെല്ലൊക്കെ ആയിട്ട് അതിന് ശേഷം ഞാൻ പിന്നെ ഹോസ്പിറ്റലിൽ പോയില്ല. ആ മുറിവ് വരെ ഞാൻ ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പും ഉപയോഗിച്ച് ക്ലീൻ ചെയ്താണ് ആ മുറിവ് പെട്ടെന്ന് തന്നെ ആ മുറിവ് ഉണങ്ങാൻ സാധിച്ചു. അതുപോലെ മാതാവിൻ്റെ സംരക്ഷണം എപ്പോഴും ഞങ്ങളുടെ കൂടെയുണ്ട്. അതിന് ഈ കഴിഞ്ഞ മാർച്ച് 17-ാം തീയതി ഞങ്ങൾ ഒരു യാത്ര പോവുകയും, വൈകുന്നേരമായിരുന്നു, അന്ന് ഞങ്ങളുടെ പ്രദേശത്ത് പുതുമഴ പെയ്ത ദിവസമായിരുന്നു. അപ്പം ഞങ്ങൾ യാത്ര ആരംഭിച്ചു കഴിഞ്ഞപ്പോഴാണ് ഭയങ്കര അതിശക്തമായ കാറ്റും മഴയും ഇടിമിന്നലും ഒക്കെ ഉണ്ടായി. അപ്പോൾ എൻ്റെ കയ്യിൽ ഉടമ്പടി കാശുരൂപവും ജപമാല എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഞങ്ങൾ വാഹനത്തിലിരുന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുകയായിരുന്നു. ഞങ്ങൾ പോയിക്കൊണ്ടിരുന്ന ആ ഒരു നൂലിയുടെ വ്യത്യാസത്തിൽ എന്നൊക്കെ പറയുന്ന മാതിരി ഞങ്ങളുടെ വാഹനം കടന്ന് ആ ഒരു ജസ്റ്റ് സെക്കൻഡിൽ ഭയങ്കര ഒരു ശബ്ദവും ഒരു നീലപ്രകാശമൊക്കെ ഞങ്ങൾ കണ്ടു. പെട്ടെന്ന് വണ്ടി സൈഡാക്കി ഞങ്ങൾ പുറകോട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ വലിയൊരു മരം ഞങ്ങളുടെ വാഹനത്തിൻ്റെ തൊട്ട് പുറകിൽ മറിഞ്ഞു വീണു. അതിൻ്റെ ഒപ്പം ആ റോഡ് സൈഡിലിരുന്ന ഒരു ഇലക്ട്രിക് പോസ്റ്റും അതിൻ്റെ കരണ്ട് കമ്പികളും എല്ലാം നിലത്ത് വീണ് കിടക്കുകയായിരുന്നു. അത് ഒരു സെക്കൻഡിൻ്റെ വ്യത്യാസത്തിലാണ് അതിൽ നിന്നും രക്ഷപ്പെട്ടത്. പരിശുദ്ധ അമ്മ മാതാവ് ഞങ്ങളെ സംരക്ഷിച്ചതാണെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അതുപോലെ എൻ്റെ കാരുണ്യ പ്രവർത്തികൾ എനിക്ക് എൻ്റെ മുമ്പിൽ വരുന്ന രോഗികൾക്ക് സാമ്പത്തിക സഹായം നൽകിയും ആവശ്യക്കാർക്ക് ഭക്ഷണം നൽകിയും വസ്ത്രം നൽകിയൊക്കെ സന്തോഷത്തോടെ ഈശോയാണ് മുന്നിലേക്ക് വരുന്നത്, ഈശോയിലൂടെ എനിക്ക് മറ്റുള്ളവരെ കാണാൻ സാധിക്കുന്നു, ആ ഒരു മനോഭാവത്തോടെയാണ് ഞാൻ എൻ്റെ കാരുണ്യ പ്രവർത്തികൾ ചെയ്യുന്നത്. പ്രേക്ഷിത പ്രവർത്തനം
ഞാനൊരു സൺഡേ സ്കൂൾ അധ്യാപികയാണ്. അപ്പോൾ എൻ്റെ മുന്നിലൂടെ കടന്നു വരുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും എങ്ങനെ ഈശോയെക്കുറിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കാമോ ആ ഒരു ഇതിലാണ് ഞാൻ കുഞ്ഞുങ്ങൾക്ക് ഈശോയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നത്. അതുപോലെ വിശുദ്ധരുടെ ജീവിത കഥകൾ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കാറുണ്ട്. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ചൊക്കെ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ അവർ ഭയങ്കര സന്തോഷത്തോടെയാണ് എൻ്റെ മുഖത്തോട്ട് നോക്കിയിരിക്കുന്നത്. അതെനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അതുപോലെ ഉടമ്പടി ജീവിതം ഞാൻ പഴയൊരു ഞങ്ങളെന്നും വിശുദ്ധ കുർബാനയിൽ എൻ്റെ ഓർമ്മ വെച്ച നാൾ മുതൽ അതിനുശേഷം എൻ്റെ വിവാഹത്തിന് ശേഷമൊക്കെ ഞങ്ങൾ മാതാപിതാക്കളും മക്കളും എല്ലാവരും ഒന്നിച്ചാണ് ഞങ്ങൾ വിശുദ്ധ കുർബാനയിൽ കുടുംബം അടക്കമാണ് ഞങ്ങൾ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ ഉടമ്പടിക്ക് ശേഷം വിശുദ്ധ കുർബാന അത് ഒരു കാഴ്ചയായിട്ടല്ല. വിശുദ്ധ കുർബാന ഈശോയെ നോക്കി ഇപ്പോൾ വിശുദ്ധ കുർബാനയിൽ ഏറ്റവും ഭക്തിയോടെയും ശ്രദ്ധയോടെയും പങ്കെടുക്കുവല്ല, വിശുദ്ധ കുർബാന അർപ്പിക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. ബൈബിൾ വായന അത് ഞാൻ അരമണിക്കൂറോ അങ്ങനെയൊന്നും അല്ല, എനിക്ക് അത് 1 മണിക്കൂറോ ചിലപ്പോൾ 1.5 മണിക്കൂറൊക്കെ എനിക്ക് ബൈബിൾ വായിക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുമ്പോൾ ആ പത്രത്തിൽ മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് ആ ഒരു വചനം ഞാൻ പത്രത്തിൻ്റെ മുകളിൽ എഴുതി വെക്കും. അതുപോലെ ഉടമ്പടി ഉപ്പ് ഞാൻ ഒരു ശകലം വെള്ളത്തിൽ അത് ചാലിച്ച് ആ വെള്ളം എല്ലാ പത്രങ്ങളിലും ആ വെള്ളം ഉപയോഗിച്ച് കുരിശ് വരയ്ക്കും. അതുപോലെ ഉടമ്പടി തൈലം ഉപയോഗിച്ച് കുരിശ് വരയ്ക്കും. എന്നിട്ട് ഇത് അർഹതപ്പെട്ടവരിലേക്ക് ഈ പത്രം എത്തിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ മറ്റുള്ളവർക്ക് കൊടുക്കുന്നത്. അത് കാലതാമസം നേരിടാതെ ഒറ്റ ദിവസം കൊണ്ട് 1 മണിക്കൂർ കൊണ്ടൊക്കെ എനിക്ക് 3 കെട്ട് പത്രമൊക്കെ ഞാൻ കൊടുക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഇന്നുവരെ എന്നോട് ആരും പത്രം വേണ്ട എന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല. ഏതെങ്കിലും ഒരു വ്യക്തി വേണ്ട എന്ന് പറഞ്ഞെങ്കിൽ ആ ഒരു സെക്കൻഡിൽ തന്നെ അടുത്ത 2 പേര് വന്ന് ചേച്ചി ഇത് ഏത് മാസത്തെ പത്രമാണ്, ഇത് എനിക്ക് തരാമോ എന്ന് ചോദിച്ച് പത്രം വാങ്ങിപ്പോയിട്ടുണ്ട്. അതുപോലെ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് പച്ചത്തിരിയിലും നീലത്തിരിയിലും ഹാർട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട്. കൂടാതെ മുല്ലപ്പൂവിൻ്റെ സുഗന്ധം എനിക്ക് കൃപാസനത്തിൽ വരുമ്പോഴും അല്ലാതെ വീട്ടിലിരിക്കുമ്പോഴും എനിക്ക് ആ ഒരു സുഗന്ധാഭിഷേകം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. കൂടുതൽ ആ ഒരു ഉടമ്പടിയിലേക്ക് വന്നതിന് ശേഷം ഒന്നുകൂടി ആത്മീയമായി ഏറ്റവും നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ട നല്ലൊരു മക്കളായി എൻ്റെ മക്കളെ വളർത്തുവാനും എനിക്ക് ജീവിക്കുവാനും എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഇതുവരെ ഞങ്ങൾക്ക് ചെയ്തു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും പരിശുദ്ധ അമ്മ വഴി ഈശോ നൽകി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും പരിശുദ്ധ മാതാവിനും ഏറ്റവും സ്നേഹത്തോടെ നന്ദി പറയുന്നു. കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാലും നിൻ്റെ ഗുരു നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുകയില്ല. നിൻ്റെ നയനങ്ങൾ നിൻ്റെ ഗുരുവിനെ ദർശിക്കും. സ്വപ്ന തൻ്റെ മകൻ്റെ പഠനത്തിൽ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ മാറി, അതുപോലെ തന്നെ തൻ്റെ കുടുംബത്തിനുണ്ടായ സംരക്ഷണം, ഉടമ്പടിയുടെ ജീവിതം എന്നുള്ളത് അത് നമുക്ക് വേണ്ടി മാറ്റിവെക്കപ്പെട്ട ഒരു ജീവിതമാണ്. നാം തിരഞ്ഞെടുത്താൽ പിന്നീട് നാം അതിൽ വിശ്വസ്തരും സത്യസന്ധരുമാണെങ്കിൽ ദൈവം കൃപകൾ ചൊരിയുവാൻ തയ്യാറായി. എത്രയോ മക്കൾ തങ്ങളുടെ ജീവിതം പാടെ മാറ്റിമറിച്ച ഉടമ്പടി ജീവിതത്തെക്കുറിച്ച് ഈ അൾത്താരയിൽ പറയുന്നുണ്ട്. ഇന്ന് വിശുദ്ധ കുർബാനയുടെ മാധുര്യം ആസ്വദിക്കുവാൻ കാഴ്ചക്കാരായിട്ടാണ് വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തിരുന്നതെങ്കിൽ ഇന്ന് കുർബാനയെ അർപ്പിക്കുവാൻ, ബലിയുടെ മാഹാത്മ്യം മനസ്സിലാക്കുവാൻ, ഈശോയെ കൂടുതൽ സ്നേഹിക്കുവാൻ, അമ്മയിലൂടെ ഈശോയെ കൂടുതൽ സ്നേഹിക്കുവാൻ ജനങ്ങൾക്ക് കഴിയുന്നു. അതുതന്നെയാണ് കൃപാസനവും മുമ്പോട്ട് വയ്ക്കുക. നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.